ഹായ്. മിഥുൻ ബാലാജി, ഗോമതി ശങ്കർ ചേർന്ന് കഥ എഴുതി മിഥുൻ ബാലാജി സംവിധാനം ചെയ്ത സ്റ്റീഫൻ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇതൊരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. ഇതൊരു തമിഴ് സിനിമയാണ് കേട്ടോ. 2025 ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഒരു പ്രത്യേക ഒരു ആംഗിളിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ അഭിനയിച്ച ആളാണെങ്കിലും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഗോമതി ശങ്കർ, മിഖായൽ തങ്കദുരൈ, ശ്രുതി വെൻകിട്ട് തുടങ്ങിയവരാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവരുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിലൊരു സൈക്കോ ആയിട്ട് ആക്ട് ചെയ്ത ആ ഒരു കഥാപാത്രം അടിപൊളിയാണ്. ശരിക്കും അവൻ പറയുന്നത് സത്യമാണോ അതോ അവനിലൂടെ വേറെന്തെങ്കിലും ട്വിസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിലൂടെയാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. കാരണം അവനൊരു 9 ആൾക്കാരെ കൊന്നിട്ട് സ്വയം കീഴടങ്ങുന്നതാണ് ഫസ്റ്റ് ടൈം കാണിക്കുന്നത്. അതായത് ഒരു 9 പെൺകുട്ടികളെ കൊന്ന് അവൻ കീഴടങ്ങുകയാണ്. പിന്നെ അതിന്റെ ഉള്ളിലൂടെ കഥ പോകുമ്പോഴാണ് അച്ഛനമ്മയൊക്കെ കൊല്ലുന്ന സീനും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഈ അച്ഛനമ്മയുടെ ഒരു ക്യാരക്ടറൊക്കെ ഇതിൽ കാണിക്കുമ്പോൾ ശരിക്കും അവരാണോ സൈക്കോ അത് ഇവനാണോ സൈക്കോ എന്നുള്ളൊരു കാര്യത്തിലൂടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരും. ശരിക്കും പറഞ്ഞാൽ ഒരു ത്രില്ലായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സിനിമയാണ്. വലിയ വലിയ ആക്ട്രസുകളും കാര്യങ്ങളൊന്നും ഇല്ല ഈ സിനിമയിൽ, പക്ഷെ നമുക്കതൊന്നും ഫീൽ ചെയ്യില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ സിനിമയിൽ ഇവര് അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഇതിന്റെ ക്ലൈമാക്സിലോട്ട് എത്തുന്ന സമയത്ത് ഈ 9 ബോഡീസ്, അതായത് ഈ 9 കൊല ചെയ്യപ്പെട്ട ഈ പെൺപിള്ളേരെ എന്ത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. അതും കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് തോന്നും ഇവൻ ഈ 9 ആൾക്കാരെ കൊന്നിട്ട് ഇവൻ എന്താ ചെയ്തെന്നുള്ളത്. അതിന്റെ ഒരു ടെസ്റ്റ് കൂടി തന്നിട്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. ആ 9 ബോഡി കൊണ്ടുപോകുന്ന ഒരാളെ കാണിക്കുന്നുണ്ട്, ഒരു വണ്ടിയും കാണിക്കുന്നുണ്ട്, ഒരു കോഴി ഫാമും കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിന്റെ ബാക്കി എന്നുള്ളത് ടു ബി കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ നിർത്തുന്നത്. പക്ഷെ നമുക്ക് ബോറടിക്കുന്ന രീതിയിലുള്ള ഒന്നുമില്ല. നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സൈക്കോ, അതായത് സൈക്കോയുടെ വേറെ ഒരു തരം സൈക്കോ ആണ് ഇതിലെ ക്യാരക്ടർ. എനിക്ക് അവന്റെ ആ ഒരു അഭിനയം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ മോശം പറയാവുന്ന ഒന്നും ഈ സിനിമയിൽ ഇല്ല. എല്ലാവർക്കും പിന്നെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടാൻ ചാൻസസ് കൂടുതലാണോ കുറവാണോ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇതൊക്കെ കുറെ കണ്ടതാണല്ലോ എന്നുള്ള രീതിയും തോന്നാം. സംഭവം അതുപോലൊക്കെ തന്നെയാണ്. എന്നാലും എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ പടം കുഴപ്പമൊന്നുമില്ല. ഒരു വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഈ സിനിമ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടുവരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.